നെക്സ്റ്റ് പറയുന്നത് റിക്വയർമെൻറ്റ് അനാലിസിസ് ആണ്. അപ്പോൾ റിക്വയർമെൻറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആഫ്റ്റർ എലിസിറ്റേഷൻ. ഇപ്പോൾ നമ്മളുടെ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഗ്യാദർ ചെയ്തു, ഏതാണ് മെയിനായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് എന്നൊക്കെ നമ്മൾ കണ്ടുവച്ചു. ഓക്കെ, അതിന് ശേഷം വരുന്നതാണ് അനാലിസിസ്. അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഗ്യാദർ ചെയ്ത റിക്വയർമെൻറ്റ്സിൽ കൺസിസ്റ്റൻ്റ് ആക്കുക, അതുപോലെ തന്നെ അൺആംബിഗ്യസ്. Okay, then scrutinize the gathered requirements to make consistent and unambiguous requirements. Okay, this activity reviews all requirements and may provide a graphical view of the entire system. Okay, അതായത് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ ഗ്രാഫിക്കൽ വ്യൂ. ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദി അനാലിസിസ് ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് ദി അണ്ടർസ്റ്റാൻഡബിലിറ്റി ഓഫ് ദി പ്രൊജക്ട് മേ ഇംപ്രൂവ് സിഗ്നിഫിക്കൻ്റ്ലി. ഓക്കെ, here we may also use the interaction with the customer to clarify points of confusion and understand which requirements are more important than others. അതായത് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ കസ്റ്റമേഴ്സുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ള പാർട്ട്, അതുപോലെ തന്നെ ഏത് റിക്വയർമെൻറ്റ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നൊക്കെ കണ്ടുപിടിക്കാം. ഓക്കെ, എന്തൊക്കെ സ്റ്റെപ്സാണ് റിക്വയർമെൻറ്റ് അനാലിസിസിൽ വരുന്നത്? ഫസ്റ്റ് വരുന്നത് ഡ്രോ ദി കോണ്ടെക്സ്റ്റ് ഡയഗ്രാം, ദെൻ ഡെവലപ്പ് പ്രോട്ടോടൈപ്പ്, അത് ഓപ്ഷണലാണ്, ദെൻ മോഡൽ റിക്വയർമെൻറ്റ്സ്, ദെൻ ഫൈനലൈസ് ദി റിക്വയർമെൻറ്റ്സ്. ഇത്രയും സ്റ്റെപ്സാണ് നമ്മളുടെ റിക്വയർമെൻറ്റ് അനാലിസിസിൽ വരുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? ഡ്രോ ദി കോണ്ടെക്സ്റ്റ് ഡയഗ്രാം, ദെൻ ഡെവലപ്പ് പ്രോട്ടോടൈപ്സ്, മോഡൽ ദി റിക്വയർമെൻറ്റ്സ് ആൻഡ് ഫൈനലൈസ് ദി റിക്വയർമെൻറ്റ്സ്. ഓക്കെ, എന്താണ് ഡ്രോ ദി കോണ്ടെക്സ്റ്റ് ഡയഗ്രാം എന്ന് പറഞ്ഞത്? ഡ്രോ ദി കോണ്ടെക്സ്റ്റ് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി കോണ്ടെക്സ്റ്റ് ഡയഗ്രാം ഈസ് സിമ്പിൾ മോഡൽ ദാറ്റ് ഡിഫൈൻസ് ദി ബൗണ്ടറീസ് ആൻഡ് ഇൻ്റർഫേസസ്. അതായത് ഇതാണ് നമ്മളുടെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കണ്ടാൽ ഇപ്പം നമ്മളുടെ എന്താണ് നമ്മളുടെ സിസ്റ്റം? സ്റ്റുഡൻറ്റ് റിസൾട്ട് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതാണ് നമ്മളുടെ സിസ്റ്റം. അതിൽ വരുന്ന ഇപ്പം നമ്മളൊരു പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റിൽ ആരൊക്കെ യൂസ് ചെയ്യും, അതിൻ്റെ യൂസർ ഇൻ്റർഫേസ്. ഇപ്പം കണ്ടോ, അഡ്മിനിസ്ട്രേറ്റർ, മാർക്സ് എൻട്രി ഓപ്പറേറ്റർ, ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്താ ചെയ്യുന്നത്? ഇപ്പോൾ സ്റ്റുഡൻറ്റ് ഇൻഫോർമേഷൻ എൻട്രി, ഓക്കെ, സബ്ജക്റ്റ് ഇൻഫോർമേഷൻ എൻട്രി, ഓക്കെ. അപ്പോൾ അതുണ്ടാകും സ്റ്റുഡൻസിൻ്റെ ഇൻഫോർമേഷൻസ് എൻട്രി ചെയ്യാനുള്ള ഫോം, അതേപോലെ തന്നെ സബ്ജക്റ്റ് ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാനുള്ള ഫോം. ഓക്കെ, അതാണ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ദെൻ മാർക്സ് എൻട്രി, മാർക്ക് ഷീറ്റ് ജനറേറ്റ് ചെയ്യുക, സ്റ്റുഡൻസ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് ജനറേറ്റഡ്, സ്റ്റുഡൻറ്റ് പെർഫോമൻസ് റിപ്പോർട്ട് ജനറേറ്റഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ നമ്മളുടെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈസ് എ സിമ്പിൾ മോഡൽ ദാറ്റ് ഡിഫൈൻസ് ദി ബൗണ്ടറീസ് ആൻഡ് ഇൻ്റർഫേസ് ഓഫ് ദി പ്രൊപ്പോസ് സിസ്റ്റം വിത്ത് ദി എക്സ്റ്റേണൽ വേൾഡ്. ഇറ്റ് ഐഡൻറ്റിഫൈസ് ദി എൻറ്റിറ്റീസ് ഔട്ട്സൈഡ് ദി പ്രൊപ്പോസ് സിസ്റ്റം ദാറ്റ് ഇൻട്രാക്ട് വിത്ത് ദി സിസ്റ്റം. ഓക്കെ, ആരൊക്കെയാണ് ഈ സിസ്റ്റമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ എൻറ്റിറ്റീസിനെ കണ്ടുപിടിക്കും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത്. ഡെവലപ്മെൻറ്റ് ഓഫ് പ്രോട്ടോടൈപ്പ്, അത് ഓപ്ഷണലാണ്. ഓക്കെ, ഒരു വർക്കിംഗ് മോഡൽ ഓക്കെ ക്രിയേറ്റ് ചെയ്യുക കിട്ടിയ റിക്വയർമെൻറ്റ്സ് വെച്ചിട്ട്. അപ്പോൾ എന്താണ്, ഈ കസ്റ്റമറിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത് ഓപ്ഷണലാണ്. വൺ ഓഫ് ദി ഇഫക്റ്റീവ് വേ ടു ഫൈൻഡ് ഔട്ട് വാട്ട് കസ്റ്റമർ വോണ്ട് ഈസ് കൺസ്ട്രക്റ്റ് എ പ്രോട്ടോടൈപ്പ്, സംതിങ് ദാറ്റ് ലുക്സ് ആൻഡ് പ്രിഫറബിളി ആക്ട് ആസ് പാർട്ട് ഓഫ് ദി സിസ്റ്റം they say they want. We can use their feedback to modify the prototype until customer is satisfied continuously. Hence, the prototype helps the client to visualize the proposed system and increase the understanding of the requirements. When developers and users are not sure about some of the elements, a prototype may help both the parties to take a final decision. Some projects are developed for general market. In such cases, the prototype should be shown to some representative sample of population of potential purchasers. Even though a person who tries out a prototype may not buy the final system, but their feedback may allow us to make the product more attractive to others. Next step പറയുന്നത് model the requirements. ഓക്കെ, മോഡൽ ദി റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ DFD UML ഒക്കെ അല്ലേ, ആ ഒരു നമ്മളുടെ സിസ്റ്റത്തിൻ്റെ ഒരു ബ്ലൂ പ്രിൻറ്റ് അതാണ്.
The process usually consists of various graphical representation of the functions, data entities, external entities, okay, and the relationship between them. Graphical view may help to find incorrect, inconsistent, missing and superfluous requirements. Such models include data flow diagram, entity relationship diagram, data dictionary, state transaction diagram, etc. നിങ്ങൾ ഡേറ്റാബേസിൽ പഠിച്ചിട്ടില്ലേ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം? ഓക്കെ, അതൊക്കെ ഇതിൽ വരുന്നതാണ്. അതുപോലെ DFD, ഡേറ്റ ഫ്ലോ ഡയഗ്രാം. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളുടെ സിസ്റ്റം ആരൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഫ്ലോ, എല്ലാ കാര്യങ്ങളും ഈ മോഡലിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ്, ഫൈനലൈസ് ദി റിക്വയർമെൻറ്റ്സ് ആഫ്റ്റർ മോഡലിംഗ് ദി റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ആ ഒരു മോഡൽ കണ്ടാൽ തന്നെ, അതായത് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ ഒരു ബ്ലൂ പ്രിൻറ്റ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഈ മോഡലിൽ പറയുന്നത്. അത് കണ്ടാൽ തന്നെ കസ്റ്റമറിന് പെട്ടെന്ന് മനസ്സിലാക്കും. ഓക്കെ, ആഫ്റ്റർ മോഡലിംഗ് അത് കണ്ടാൽ തന്നെ അവർക്ക് മനസ്സിലാവും അവർ പറഞ്ഞ റിക്വയർമെൻറ്റ്സ് ഒക്കെ അതുപോലെ തന്നെ ഉണ്ടോ എന്നൊക്കെ. ഓക്കെ, finalize the requirements. After modeling the requirements, we will have a better understanding of the system behavior. The inconsistencies and ambiguities have been identified and corrected. Okay, അപ്പം ഈ ഒരു ഫൈനലൈസ് റിക്വയർമെൻറ്റ്സ് അതിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പം മോഡലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ടോ, അതുപോലെ ആംബിഗ്യൂസിറ്റി ഉണ്ടോ, അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ദ ഫ്ലോ ഓഫ് ഡേറ്റ എമംഗ് വേരിയസ് മൊഡ്യൂൾസ് ഹാസ് ബീൻ അനലൈസ്ഡ്. ഓക്കെ, ഫ്ലോ ഓഫ് ഡേറ്റ അപ്പം വേരിയസ് മൊഡ്യൂൾസ്, ഇപ്പം പർച്ചേസിൽ നിന്ന് സ്റ്റോക്കിലേക്ക് എങ്ങനെയാണ് ഡേറ്റ ഫ്ലോ എങ്ങനെയാണ്, അതൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് റിക്വയർമെൻറ്റ് മോഡലിംഗ് സ്ട്രാറ്റജീസ് ആണ്. ഫോളോയിങ് ആർ ദി റിക്വയർമെൻറ്റ് മോഡലിംഗ് സ്ട്രാറ്റജീസ്. എന്തൊക്കെയാണ്? ഫ്ലോ ഓറിയൻറ്റഡ് മോഡലിങ്ങും ക്ലാസ് ബേസ്ഡ് മോഡലിങ്ങുമാണ്. ഡേറ്റ ഫ്ലോ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ ടെക്നിക്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ഇൻഫോർമേഷൻ ഫ്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇൻഫോർമേഷൻ ഫ്ലോ ചെയ്യുന്നത്, അതാണ് ഡേറ്റ ഫ്ലോ മോഡലിൽ പറയുന്നത്. ദി ഡേറ്റ ഒബ്ജക്ട്സ് ആർ ഫ്ലോയിങ് വിത്തിൻ സോഫ്റ്റ്വെയർ ആൻഡ് ട്രാൻസ്ഫോംഡ് ബൈ പ്രോസസ്സിങ് ദി എലിമെൻറ്റ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഇപ്പം 2ഉം 3യും നമ്മൾ ഇൻപുട്ട് കൊടുത്തു. ഓക്കെ, അതെന്താണ്? അത് ഇപ്പോൾ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് 5 എന്ന് പറഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട്, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, the data objects are represented by label arrows. Transformation are represented by circle called bubbles. Okay, DFT show a hierarchical version. DFT split into different levels. It is called a context level diagram. അപ്പം ഡേറ്റ ഫ്ലോ മോഡലിനും നമ്മൾ എന്താണ് DFT, ഡേറ്റ ഫ്ലോ ഡയഗ്രാം. ഓക്കെ, അത് നമുക്ക് പഠിക്കാനുണ്ട്, അപ്പം കൂടുതൽ നോക്കാം. നെക്സ്റ്റ് പറയുന്നത് കൺട്രോൾ ഫ്ലോ മോഡൽ. കൺട്രോൾ ഫ്ലോ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ യെസ് ഓർ നോ, ട്രൂ ഓർ ഫോൾസ്, ഇപ്പം നമ്മൾ പറയില്ലേ ഡിസിഷൻ. ഓക്കെ, ട്രൂ ഓർ ഫോൾസ്. ട്രൂ ആണെങ്കിൽ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ്, ഫോൾസ് ആണെങ്കിൽ അല്ലെങ്കിൽ 1 or 0. ഓക്കെ, large class application requires control flow modeling. The application creates control information instead of reports or displays. The application processes the information in specified time. The event is implemented as Boolean values. Okay, next, control specification. The short term of control specification is CSPEC. It represents behavior of the system. Behavior എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്റ്റേറ്റ്. ഓക്കെ, ദി സ്റ്റേറ്റ് ഡയഗ്രാം മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ, സീക്വൻഷ്യൽ സ്പെസിഫിക്കേഷൻ ഓഫ് ദി ബിഹേവിയർ. ദിസ് ഇൻക്ലൂഡ്സ് സ്റ്റേറ്റ്സ്. എന്തൊക്കെ സ്റ്റേറ്റ്സ് ആണ്? ദെൻ ട്രാൻസിഷൻസ്. ഇപ്പോൾ ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ട്രാൻസിഷൻ ഓഫ് സ്റ്റേറ്റ്സ്. ഓക്കെ, എന്തൊക്കെ ആക്ടിവിറ്റീസ് അത് പെർഫോം ചെയ്യും, ഇതൊക്കെ ഒരു സ്റ്റേറ്റ് ഡയഗ്രത്തിൽ കാണിക്കും. നെക്സ്റ്റ് പറയുന്നത് പ്രോസസ് സ്പെസിഫിക്കേഷൻ. PSPEC. The process specification is used to describe all flow model process. ഓക്കെ, മൊത്തമായിട്ടുള്ള ഒരു ഫ്ലോ. ഓക്കെ, പ്രോസസ്സിൻ്റെ ഫ്ലോ ആണ്. ദി കണ്ടൻറ്റ് ഓഫ് പ്രോസസ് കൺസിസ്റ്റ് നറേറ്റീവ് ടെക്സ്റ്റ്, പ്രോഗ്രാം ഡിസൈൻ, ലാംഗ്വേജ് ഓഫ് ദി പ്രോസസ് അൽഗോരിതം, മാത്തമാറ്റിക്കൽ ഇക്വേഷൻ, ടേബിൾസ് ഓർ UML ആക്ടിവിറ്റി ഡയഗ്രാം. ഓക്കെ, മൊത്തമായിട്ടുള്ള ആ ഒരു ഫ്ലോ എങ്ങനെയാണ് പ്രോസസ്സിൻ്റെ, അതാണ് പ്രോസസ് സ്പെസിഫിക്കേഷനിൽ കാണിക്കുന്നത്. ഓക്കെ, ദെൻ
ക്ലാസ് ബേസ്ഡ് മോഡലിംഗ് നമ്മൾ നേരത്തെ കണ്ടില്ലേ. ക്ലാസ് ബേസ്ഡ് മോഡലിംഗ് റെപ്രസെൻറ്റ്സ് ദി ഒബ്ജക്റ്റ്, ദി സിസ്റ്റം മാനിപ്പുലേറ്റ്സ് ദി ഓപ്പറേഷൻസ്. നമ്മൾ പറഞ്ഞല്ലോ 3 കമ്പോണൻ്റ് ആണ്. ക്ലാസ് നെയിം ഉണ്ടായിരിക്കും, അട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും, ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ പർച്ചേസ്, അപ്പം പർച്ചേസ് എന്ന് പറഞ്ഞ ക്ലാസ്, പർച്ചേസിൻ്റെ അട്രിബ്യൂട്ട്സ്, ദെൻ അതിൻ്റെ ഫങ്ഷൻസ്, ഇവിടെ സ്റ്റോക്ക്. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ അട്രിബ്യൂട്ട്സും ഓപ്പറേഷൻസും. ദെൻ ഇതിൽ നിന്ന് ഇങ്ങോട്ട് ആഡ് പ്രൊഡക്റ്റ്. ഓക്കെ, എന്നൊരു അതാണ് ഇതും തമ്മിലുള്ളൊരു റിലേഷൻ. ഓക്കെ, അങ്ങനെ ആ ഒരു ഫ്ലോ കാണിക്കുന്നത്. ക്ലാസ്സസ് The elements of class-based model consist of classes and objects, attributes, operations, class റെസ്പോൺസിബിലിറ്റി, കൊളാബറേറ്റർ, മോഡൽസ്. അപ്പം ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാണ്, കാരണം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് 3rd മൊഡ്യൂളിൽ പറയുന്നുണ്ട് എന്താണ് ക്ലാസ് ഡയഗ്രാം, എന്താണ് യൂസ് കേസ് ഡയഗ്രാം എന്നൊക്കെ. ഇത് ജസ്റ്റ് ആ കോൺസെപ്റ്റ് മാത്രം പറഞ്ഞു പോവാണ് കേട്ടോ. ക്ലാസ്സസ് ആർ ഡിറ്റർമിൻ യൂസിങ് അണ്ടർലൈങ് ഈച്ച് നൗൺ ഓർ noun close and enter it into the simple table. Classes found in the following form. External entities are the system, people or the device generated the information that is used by the computer based system. Adana external entities എന്ന് പറയുന്നത്. ഓക്കെ, സിസ്റ്റം, പീപ്പിൾ ഓർ ഡിവൈസസ്, അവർ ജനറേറ്റ് ചെയ്യുന്ന ഇൻഫോർമേഷൻ. ഓക്കെ, അത് എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റിപ്പോർട്ട്സ്, ഡിസ്പ്ലേ, ലെറ്റർ, സിഗ്നൽ ആർ ദി പാർട്ട് ഓഫ് ഇൻഫോർമേഷൻ ഡൊമൈൻ ഓർ പ്രോബ്ലംസ്. ദെൻ occurrence or events, a proper transfer or the completion of a series or robot movement occurs in context of the system operation. മനസ്സിലായല്ലോ, എന്തെങ്കിലും ഇവൻറ്റ്. ഇപ്പം എന്താണ്, നമ്മളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ക്ലിക്ക് എന്ന് പറയുന്നത് ഒരു ഇവൻ്റാണ്. ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് ഹാപ്പൻ ചെയ്യേണ്ടത്? ഓക്കെ, ഇപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്യാണ്. ഇപ്പം രജിസ്റ്റർ നമ്മുടെ ഇൻഫോർമേഷൻസ് ആഡ് ചെയ്തു. ദെൻ എന്താണ്, ഇവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അപ്പം ബട്ടൺ ക്ലിക്ക് അതെന്ന് പറയുന്നത് എന്താണ്, ഒരു ഇവൻ്റാണ്. ഓക്കെ, അപ്പോൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ വാല്യൂസൊക്കെ എന്താണ് നമ്മളുടെ ഡേറ്റാ ബേസിൽ പോയിട്ട് സ്റ്റോർ ആവണം. ഓക്കെ, അതാണ് ഒക്കറൻസ് ഓർ ഇവൻറ്റ്സ്. ദെൻ റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടേഴ്സിൻ്റെ റോൾസാണ്. അതായത് നമ്മളെ സിസ്റ്റം ആരൊക്കെ യൂസ് ചെയ്യുന്നു, അവരെന്തൊക്കെ റോൾസാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ്, പീപ്പിൾ ലൈക്ക് മാനേജർ, എൻജിനീയർ, ഓക്കെ, സെയിൽസ് പേഴ്സൺ ഓർ ഇൻട്രാക്ട്. അപ്പോൾ ആക്ടേഴ്സിൻ്റെ റോളാണ് ഇവിടെ പറയുന്നത്. ദെൻ ഓർഗനൈസേഷണൽ യൂണിറ്റ്സ് എന്താണ്, ദി ഡിവിഷൻ, ഗ്രൂപ്പ്, ടീം ആർ സൂറ്റബിൾ ഫോർ ആൻ ആപ്ലിക്കേഷൻ. പ്ലേസസ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ്, റിംഗ് ഫ്ലോർ ഓർ ലോഡിംഗ് ഡോക്ക് ഫ്രം ദി കോണ്ടെക്സ്റ്റ് ഓഫ് ദി പ്രോബ്ലം ആൻഡ് ഓവറോൾ ഫങ്ഷൻ ഓഫ് ദി സിസ്റ്റം. ദെൻ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി സെൻസേഴ്സ് കമ്പ്യൂട്ടർ ആർ ഡിഫൈൻഡ് ക്ലാസ് ഓഫ് ഓബ്ജക്ട്സ് ഓർ റിലേറ്റഡ് ക്ലാസ് ഓഫ് ഓബ്ജക്ട്സ്. അതാണ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്, ക്ലാസ് ഓഫ് ഓബ്ജക്ട്സ്. ഓക്കെ, ദെൻ അട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം പർച്ചേസ് ആണെങ്കിൽ ആ പർച്ചേസിൻ്റെ ഐ ഡി, പ്രൊഡക്റ്റ് ഐ ഡി, പ്രൊഡക്റ്റ് നെയിം, ഓക്കെ, അതൊക്കെയാണ് അട്രിബ്യൂട്ട്. ഇപ്പം നമ്മൾ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്, ഓക്കെ, ദെൻ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ സ്റ്റുഡൻറ്റ് ഐ ഡി, സ്റ്റുഡൻറ്റ് നെയിം, അതൊക്കെ അട്രിബ്യൂട്ട്സ് ആണ്. ഓക്കെ, ദെൻ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറയാറില്ലേ, റീഡ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, ഡിസ്പ്ലേ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, അതൊക്കെ എന്താണ്, ഓപ്പറേഷൻസ് ആണ്. The operations are characterized in the following type. The operation manipulates data like adding, modifying and deleting and display, etc. The operation perform a computation. The operation monitors the object for occurring, controlling and the event. Then CRS, class responsibility collaborator. അതായത് എന്തിനാണ്, ഐഡൻറ്റിഫൈങ് ആൻഡ് ഓർഗനൈസിങ് ക്ലാസ്സസ് ദാറ്റ് ആർ കേപ്പബിൾ ടു ദി സിസ്റ്റം ഓർ പ്രോഡക്റ്റ് റിക്വയർമെൻറ്റ്. അതാണ് CRS, ക്ലാസ് റെസ്പോൺസിബിലിറ്റി കൊളാബറേറ്റർ. അതായത് ഏതൊക്കെ ക്ലാസ് അത് ഓർഗനൈസ് ചെയ്യുക, അത് ആ ക്ലാസ്സുകളുടെ എന്താണ് ഓർഗനൈസ് ചെയ്യുക. ഓക്കെ, ക്ലാസ് ഈസ് ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ക്ലാസ് നെയിം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് സബ് ക്ലാസ്സസ് ആൻഡ് സൂപ്പർ ക്ലാസ്സസ്. ഇതൊക്കെ നിങ്ങൾക്ക് ടേംസ് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഓക്കെ, ഇൻഫോർമേഷൻ അബൌട്ട് സബ് ക്ലാസ്സസ്. ഓക്കെ, ഇപ്പം നമ്മളുടെ കോളേജ് എന്ന് പറയുമ്പം അതിൽ സ്റ്റുഡൻറ്റ്, ടീച്ചേഴ്സ്, ഓക്കെ, അപ്പോൾ അതൊക്കെ സബ് ക്ലാസ്സസ് ഒക്കെ ആയിട്ട് വരും, സൂപ്പർ ക്ലാസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു
ഇൻഫോർമേഷനും കാര്യങ്ങളും. ദെൻ റെസ്പോൺസിബിലിറ്റീസ് ആർ അട്രിബ്യൂട്ട്സ് ആൻഡ് ഓപ്പറേഷൻ ദാറ്റ് ആർ റിലേറ്റഡ് ടു ദി ക്ലാസ്. അട്രിബ്യൂട്ട്സും ഓപ്പറേഷൻസും. Then collaboration are identified and determined when a class can achieve each responsibility of it. If the class cannot identify itself, then it needs to interact with another class. Okay. അപ്പോൾ ഒരു ക്ലാസ്സിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക ആ ഒരു ക്ലാസ്സിൽ നിന്ന് അത് കിട്ടില്ല. അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ നിന്ന് വേറൊരു ക്ലാസ്സിലേക്ക് പോകേണ്ടി വരും. ഓക്കെ. ഇപ്പം നമ്മൾ പർച്ചേസ് ചെയ്തു, പക്ഷേ ആ പർച്ചേസ് സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോക്ക് എന്ന് പറഞ്ഞ ക്ലാസ്സിലേക്ക് പോകേണ്ടി വരും. അതാണ് പറയുന്നത്. നെക്സ്റ്റ്, behavior pattern for requirement modeling. Behavior model shows the response of software to an external event. Okay. ഒരു ഇവൻറ്റ് ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള സംഭവം റെസ്പോൺസ്. ഓക്കെ. സ്റ്റെപ്സ് ഫോർ പാറ്റേൺ ഫോർ റിക്വയർമെൻറ്റ് മോഡലിംഗ് ആസ് ഫോളോസ്. ഇവാലുവേറ്റ് ഓൾ യൂസ് കേസ് ടു കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് ദി സീക്വൻസ് ഇൻട്രാക്ഷൻ വിത്ത് ദി സിസ്റ്റം. ഓക്കെ. അതിൻ്റെ ഇൻട്രാക്ഷനും കാര്യങ്ങളും മനസ്സിലാക്കുക. എന്തൊക്കെ ഇവൻറ്റ്, ഐഡൻറ്റിഫൈ ദി ഇവൻറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദി റിലേഷൻ ബിറ്റ്വീൻ എന്തൊക്കെ ഇവൻറ്റ്സ് ആണ്, അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ജനറേറ്റ് സീക്വൻസ് ഫോർ ഈച്ച് യൂസ് കേസ്. Then construct state diagram for the system to verify accuracy and consistency. Review the behavioral model. Okay. അതാണ് ബിഹേവിയറൽ പാറ്റേൺ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇവൻറ്റ് ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ. ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പം നമ്മളുടെ ഒരു റൂമിൽ നമ്മളൊരു ഡിവൈസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡിവൈസിൽ ഇപ്പോൾ 30 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ, സെൽഷ്യസ് ആയിക്കഴിഞ്ഞാൽ, സെൻറ്റിഗ്രേഡ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അത് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുക. അപ്പോൾ അത് സ്റ്റേറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് സ്റ്റേറ്റിലേക്കാണ് അത് പോകുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ 30 ഡിഗ്രി അതാണ് ഇവൻറ്റ്. ഓക്കെ. അപ്പോൾ ആ ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്തു. അപ്പോൾ എന്താണ് അത് നെക്സ്റ്റ് സ്റ്റേറ്റിൽ, അതിൻ്റെ അടുത്ത സ്റ്റേറ്റിലേക്കാണ് അത് പോകുന്നത്. അതായത് ഡിവൈസ് ഓഫ് ആവുക എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിലേക്ക്. അതാണ് ബിഹേവിയറൽ പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ.